ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നൊരു നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്, 2 നെല്ലിക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു വലിയ പച്ചമുളക് എരിവുള്ളത് കൊണ്ടാണ് വലിയതെടുത്തത്. ഇതിന് പുളിയുള്ളത്, ഈ നമുക്ക് നെല്ലിക്ക അരയ്ക്കുമ്പോൾ ഇതിന് പുളി കാണും. അപ്പം പുളിയും ഈ എരിവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിനി ആദ്യം ഈ നമ്മുടെ നെല്ലിക്കായുടെ കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനെല്ലാം. ഇനി നമുക്ക് ആദ്യം നെല്ലിക്ക മിക്സിയുടെ ജാറിലോട്ടിടാം. അതിൻ്റെ കൂടെ നെല്ലിക്കയുടെ കൂടെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞും, പിന്നെ ചെറിയ ഉള്ളി അതുപോലെ ഇട്ടാലും കുഴപ്പമില്ല. പച്ചമുളക് കൂടെ അരിഞ്ഞിടണം. അപ്പം പച്ചമുളക് എനിക്ക് കാന്താരിമുളക് കിട്ടിയില്ല, അതുകൊണ്ടാണ് പച്ചമുളക് ഇട്ടത്. കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ നെല്ലിക്ക ഇട്ടു, അതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ച തേങ്ങയും ഇട്ട്, പിന്നെ പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ചമ്മന്തി നമുക്ക് കഞ്ഞിയുടെ കൂടെ കഴിക്കാനാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ, ചോറിൻ്റെ കൂടെയും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കഞ്ഞിയുടെ കൂടെയാണ് ഒന്നുകൂടെ ടേസ്റ്റ്. എരിവും പുളിയും പിന്നെ നല്ലൊരു നെല്ലിക്ക ആയതുകൊണ്ട് നമുക്ക് ഹെൽത്തിനും നല്ലതാണല്ലോ നെല്ലിക്ക. അപ്പം നല്ലൊരു ചമ്മന്തി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം കിട്ടും. കണ്ടോ, ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിൽ ഇതുപോലെ അരച്ചെടുക്കണം. ഈ പരുവത്തിൽ വെള്ളം ഒട്ടും ഒഴിക്കേണ്ട. നമുക്ക് ഈ ഒരു പരുവത്തിൽ അരച്ച് ഇനിയിപ്പോൾ നമുക്കതൊരു ബൗളിലോട്ട് മാറ്റാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്, ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം താങ്ക് യു.